ഇവിടെ വോട്ടുകാരനാണ്. ഇവിടെ ആര് ചെയ്യുക? അൻവർ വരും. ഇവിടെ അൻവറിനൊപ്പം ഞങ്ങളല്ലേ. അൻവറാണ് ഞങ്ങൾക്ക് എല്ലാ ഫുഡൊക്കെ ഞാനൊക്കെ തരുന്നത്. എല്ലാം നമ്മളെ കോളനിയിൽ എല്ലാം നല്ലോന്ന് വെച്ച ആളാണോ അൻവർ. അൻവറാണ് എന്നെ ഇവിടെ ജയിച്ചുള്ളൂ. അൻവറിന് എന്റെ വീട്ടിൽ 8 വോട്ടല്ലേ, 8 വോട്ടും അൻവറിന് കൊടുക്കാം. അല്ലാതെ വേറെ അൻവറിന് ഭൂരിഭാഗം അപ്പുറത്തുണ്ടോ? അവനെന്താ തീർച്ചയായിട്ടും പൊന്നു പങ്ങളെ അങ്ങോട്ട് തിരിയുന്നുണ്ട്. പക്ഷെ സംസാരത്തിൽ കൂടുതൽ ഒരു അൻവറിന് അനുകൂലമായിട്ട് പറയുന്നത്. പക്ഷെ ബാബുട്ടിക്ക് നല്ല സാധ്യത ഉണ്ട്. ബാബുട്ടിക്കും വേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ വോട്ട് പോവാന്നുണ്ടെങ്കിൽ 2 മാർക്സിസ്റ്റ് പാർട്ടിക്കും പോകും, കോൺഗ്രസ് നിന്നും പോകും. അൻവറിന് വേണ്ടിട്ട് പോകാൻ സാധ്യത ഉണ്ട്. അൻവർ വോട്ട് പിടിക്കും. മത്സരിക്കുന്നതും നല്ല കാര്യം ജയിക്കും. സഹായന്റെ മൂപ്പരെ കൊണ്ട് എന്നുവെച്ചാൽ പാവങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ആളാണ് ഞാൻ. കോൺഗ്രസ്സുകാരനാണ്. അൻവർ നല്ല ആളാണ്. ജയിക്കും. അൻവർ ഞങ്ങളെ വർക്ക് തന്നെയായിരുന്നു. ഇപ്പൊ മാറി. ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു അയാളെ കൊണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു. അതും പറയണ്ടേ. ആദ്യമൊക്കെ നല്ല ഗുണമുണ്ടായിരുന്നു. പിന്നെ അതെന്തുകൊണ്ടാണ് അൻവർ ഇവിടെ ആദ്യത്തെ വന്ന് നല്ലോണം ഇവിടെ പ്രവർത്തിച്ചു. 2 എല്ലാം പ്രവർത്തിക്കുന്നു. സ്കൂൾക്ക്, ഹോസ്പിറ്റല്, ഇതൊക്കെ പ്രവർത്തിക്കും. ജനങ്ങളൊക്കെ പറയുന്ന അൻവറിനെ പറ്റി. അൻവർ 2ാം സ്ഥാനം വരും. 1ാം സ്ഥാനം UDF ആചാരം നോക്കുന്നത്. 2ാം സ്ഥാനം അൻവർ വരും. 2ാം സ്ഥാനം വരും. ഓന്റെ പ്രവർത്തനം കണ്ടീഷൻ തന്നെ ഇവിടെ നിന്നോടത്തോളം കാലം ഈ ഒരു 8 കൊല്ലം 8 കൊല്ലത്തോളം നല്ല കണ്ടീഷൻ തന്നെ. പിന്നെ മാറി വന്നതല്ലേ, എന്നാലും ഓന്റെ അഴിമതിയില്ലോ. ഓൻ്റെ കറകളഞ്ഞ അഴിമതിരഹിതനായ രാഷ്ട്രീയക്കാരനെ കിട്ടുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു വിശേഷണം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് PV അൻവർ MLAക്കാണ്. അഴിമതിരഹിതമായ ഒരു ഭരണം അദ്ദേഹം കാഴ്ചവെച്ചുവെന്ന് LDF പ്രവർത്തകർ പോലും അദ്ദേഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുമ്പോൾ ഉള്ളത് പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവിഭാഗങ്ങളും അൻവറിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നുവെന്ന് പറയുന്നു. പക്ഷേ അൻവർ എന്തുകൊണ്ട് ഇത്തരത്തിൽ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം ഭരണത്തിന് വീണ്ടും ഒരവസരം കൊടുത്ത് വീണ്ടും ഒരു എലക്ഷൻ സംഭവിക്കാൻ കാരണമായി എന്നതുകൂടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അൻവറിന്റെ വികസന പ്രവർത്തനങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവെ ഈ ഒരു നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലേക്കുള്ള ആദ്യ ചവിട്ടുപടി കൂടെയാണ്. എന്നിട്ട് കൂടി അൻവറിന്റെ പ്രവർത്തനങ്ങളും യൂസുഫ് പഠാൻ അടക്കം നിലമ്പൂരിലെത്തി വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചതോടെ അൻവർ തരംഗം നിലമ്പൂർ വിട്ട് കേരളം ഒന്നടങ്കം പ്രചരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏത് വീഡിയോകൾ കണ്ടു നോക്കിയാലും അതിന് താഴെ അൻവർ വരണമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചർച്ചകൾ നടക്കുകയാണ്. അൻവർ വിജയിക്കട്ടെ, പരാജയപ്പെടട്ടെ, എന്തും സംഭവിക്കട്ടെ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അൻവർ തരംഗമെന്ന് പറയുന്നത് അത് നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം പ്രചരിച്ചു കഴിഞ്ഞ വലിയൊരു ഫാൻസായിക്കൊണ്ട് വലിയൊരു തരംഗമായിക്കൊണ്ട് അൻവർ മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി കാത്തിരുന്ന് കാണേണ്ടത് നിലമ്പൂരിലെ പ്രവർത്തകരാണ്, നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. പ്രത്യേകിച്ച് അൻവറിന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ഭരണം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിലേറെ ആളുകൾ പുറത്ത് രഹസ്യമായി പറഞ്ഞുകൊണ്ട് എന്നാൽ പരസ്യമായി മീഡിയകൾക്ക് മുന്നിൽ ഞാൻ അൻവറിന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നവർ വളരെ തുച്ഛമാണ്. കാരണം അവർക്കൊക്കെ ഒന്നുകിൽ ലീഗിലോ മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ LDFിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ അംഗത്വമുള്ളവരായിരിക്കും. അവർ തുറന്നു പറച്ചിലുകൾ നടത്തിയാൽ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമോ എന്ന് കരുതിക്കൊണ്ട് വളരെ രഹസ്യമായിട്ട് അൻവറിന് പിന്തുണ നൽകുന്ന അനവധി രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എന്നത് ഒരു പച്ചയായ സത്യം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അൻവർ തരംഗം നിലമ്പൂരിന്റെ അതിർത്തികളും വിട്ടുകടിഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ജനഹൃദയങ്ങളിൽ കയറിക്കൂടിയ ഒരു പ്രത്യേക സുൽത്താനായിക്കൊണ്ട് അൻവർ മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നിലമ്പൂരിൽ സംഭവിക്കുക എന്നത്.